ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വോയിസ് ഓവർ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെനിക്ക് ഓഫുള്ളൊരു ദിവസമായിരുന്നു. ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിനും ഭേദം പുറത്ത് പോയിട്ട് ഒന്ന് ചില്ലൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് കിട്ടിയ ഒരു ഏരിയയാണ് സ്ട്രോബെറി പിക്കിംഗ് ഏരിയ. ഡോങ്കാസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ട്രോബെറി പിക്കിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് ഫ്രണ്ട്സിലൊരാൾ പറഞ്ഞു. സോ ആ വഴിക്ക് പോകുന്നതിലുള്ള വ്യൂസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ 1 hourന് ശേഷം ഞങ്ങൾ ഡോങ്കാസ്റ്റർ എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ഇത്രയധികം കാറുകളും അത്രയധികം ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി സ്ട്രോബെറി പിക്കിങ്ങിനുള്ള ബാസ്ക്കറ്റിലുള്ള തപ്പലായി. പിന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാശ് എത്രയാന്നുള്ളതും ഒക്കെ അതിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ബോർഡൊക്കെ വായിച്ചതിന് ശേഷം പതുക്കെ നടന്ന് സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ സ്ഥലത്തോട്ട് ഓടിപ്പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ ഒരു കുതിര ഫാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുതിര ഫാമും സ്ട്രോബെറി പിക്കിംഗ് ഏരിയ മാത്രമല്ല കേട്ടോ, നല്ല സൺഫ്ലവർ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ചെറിയ അവരുടെ കുഞ്ഞു ഫാമുകളുണ്ട്. പിന്നെ അധികം അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം കണ്ട് ഒരു അത്യാവശ്യം കിതച്ച് ഞങ്ങൾ അവിടം വരെ എത്തി. ഇതാണ് സ്ട്രോബെറി പിക്കിംഗ് ഏരിയ. ഇതാണ് സ്ട്രോബെറിയുടെ ചെടികൾ കേട്ടോ. ഇവിടെ ഒത്തിരി ചെടികളുണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ട്രോബെറി ചെടിയിൽ നിന്ന് ഫസ്റ്റ് സ്ട്രോബെറി അങ്ങ് പൊട്ടിക്കുക. സ്ട്രോബെറി പൊട്ടിക്കൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്ട്രോബെറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടി നോക്കിയായിരുന്നു. ആഹാ, അടിപൊളി, നല്ല ഫ്രഷ് സ്ട്രോബെറി. അങ്ങനെ പൊട്ടിച്ച് ഞാൻ ഒരു ബാസ്ക്കറ്റ് നിറയെ ഫ്രഷ് സ്ട്രോബെറി അങ്ങ് എടുത്തു. ഇത് മൊത്തം സ്ട്രോബെറി ഏരിയ ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തോന്നും ഇവിടെ ഒന്നുമില്ലാന്ന്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്ട്രോബെറിയാണ്. കുഞ്ഞു സ്ട്രോബെറികളുണ്ട്. അങ്ങനെ സ്ട്രോബെറി ഒക്കെ പൊട്ടിച്ചു, അതിൻ്റെ കാശും കൊടുത്തു. പിന്നെ ഈ കാണുന്നതൊക്കെ അവരുടെ ഫാമിൽ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ അവരുടെ ഫാമിൽ നിന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം വാങ്ങി. അത് അടിപൊളി ഹണിയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി സ്ട്രോബെറി ലഞ്ചായി അങ്ങ് എടുത്തു. പിന്നെ അവിടുത്തെ തോട്ടത്തിൽ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ആക്കി. ഇനി അടുത്ത ട്രാവലിങ്ങിൽ കാണാം. ബൈ.